ചിങ്ങം 1 കർഷക ദിനത്തിൽ കർഷക പ്രതിഷേധം. പാലക്കാട് ജില്ലാ സപ്ലൈകോ ഓഫീസിന് മുന്നിലാണ് കർഷകർ പ്രതിഷേധിച്ചത്. നെല്ല് കൊടുത്ത് 5 മാസം 6 മാസമായി സപ്ലൈകോ നെല്ല് കൊടുത്തിട്ട് അതിൻ്റെ വില ഇന്നേ വരെ കിട്ടിയിട്ടില്ല. കർഷകർ കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഒന്നാം വിള ആരംഭിച്ചു. അത് ആരംഭിക്കുന്നതിന് വേണ്ട കൃഷി ചെലവുകൾ മുഴുവനും കടം പറഞ്ഞിട്ടിരിക്കുകയാണ്. തൊഴിലാളികളോട് കടം പറഞ്ഞു, ട്രാക്ടർ ഉടമകളോട് കടം പറഞ്ഞു, വളം വാങ്ങുന്നവരുടെ വളക്കാരനോട് കടം പറഞ്ഞു. അവരൊക്കെ 1-2 മാസം വരെ ക്ഷമിച്ചു. ഇപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, കർഷകരുടെ വീട്ടിലേക്ക് വരികയാണ്. പണത്തിന് വേണ്ടി ഞങ്ങൾക്ക് നെല്ല് വിട്ടിട്ട് 6 മാസമായി കൊടുത്തിട്ട് ഇനി പൈസ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഓണം ഉണ്ണണം. ഞങ്ങളുടെ സമൂഹത്തിൽ ചുറ്റുപാടുള്ള ആൾക്കാർ, ജോലിക്കാരും മറ്റ് പല ആൾക്കാരും ഉണ്ട്. അവരൊക്കെ ഓണം ഉണ്ണുമ്പോൾ ഞങ്ങളുടെ കർഷകരുടെ മക്കൾ ചമ്മന്തി കൂട്ടി കഴിക്കേണ്ട ഗതികേടാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നു. ഞങ്ങളുടെ പൈസ 6 മാസത്തിന് മുമ്പ് കൊടുത്ത നെല്ലിൻ്റെ പൈസ ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ പിന്നെ തരാം, നാളെ വരാം, അടുത്ത് വരുന്നതാണ്. അത് പറ്റില്ല. ഞങ്ങൾക്ക് ഉറപ്പായും ഇന്ന് ഉറപ്പുണ്ടാവണം. പാലക്കാട് എല്ലാ കർഷകർക്കും ഇന്ന ദിവസം പൈസ കൊടുക്കുന്നത് ഇന്ന് ഉറപ്പ് വാങ്ങിയിട്ടേ ഞങ്ങളിവിടെ സമരം അവസാനിക്കും. നെല്ലിന്റെ വില ആവശ്യപ്പെട്ടാണ് കർഷകർ സപ്ലൈകോ ഓഫീസിൽ കുത്തിയിരുന്നത്. ദേശീയ കർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടത്തിയത്. നെല്ല് ഏറ്റെടുത്ത് 6 മാസമായിട്ടും വില ലഭിച്ചില്ലെന്ന് കർഷകർ ആരോപിച്ചു. ഇനിയും ആളുകൾ വരും. ഇതിപ്പോൾ ഞങ്ങളൊരു മര്യാദ പറയാൻ വേണ്ടി വന്നതാണ്. അത്രയേ ഉള്ളൂ. പാലക്കാട് ജില്ലയിലെ ദേശീയ കർഷക സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള പാലക്കാട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലുള്ള ഓരോ പ്രതിനിധികളുണ്ട്. നാളെ ഇതിനെക്കാട്ടി കൂടും. തീരുമാനമായിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ച സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലീവാണ് എല്ലാവർക്കും. അതുകൊണ്ട് ഈ ആഴ്ച ഞങ്ങൾ മരണ സമരത്തിലേക്ക് നീങ്ങാൻ പോവുക. ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടണം, പണവും കിട്ടണം. രാവിലെ ആരംഭിച്ച പ്രതിഷേധം മണിക്കൂറുകൾ നീണ്ടുനിന്നു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിട്ടും വാഗ്ദാനം നിറവേറ്റാതെ കർഷകരെ വഞ്ചിക്കുകയാണെന്ന് നേതാക്കൾ പരാതിപ്പെട്ടു. ഓണത്തിന് പൈസയൊന്നും കിട്ടില്ല. 5-6 മാസം നെല്ലിൻ്റെ കാശ് കിട്ടിയില്ല. എങ്ങനെ ഓണം കൊണ്ടാടുന്നത് അറിയുന്നില്ല. പിന്നെ ഉള്ള പൈസയൊക്കെ കണ്ടത്തിലിറക്കി വളം കൊടുത്ത് വളം വാങ്ങിച്ച് കൂട്ടക്കാശ് കൊടുക്കാനില്ല. അങ്ങനെയുള്ള കണ്ടീഷനാണ്. ഇത് കിട്ടിയാലും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. 10 മാസമായിട്ട് ഒന്നും കിട്ടിയില്ല. 10 മാസമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ നെല്ലിൻ്റെ പൈസയാണ് 6 മാസമായി കൊടുത്തിട്ട് അത് കിട്ടിയാലും ഞങ്ങൾക്ക് അന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഓണം കഞ്ഞി അടക്കം കിട്ടാണ്ടായി. കഞ്ഞി വെക്കാനുള്ള അത്ര ഉള്ളൂ. ഓണം ഞങ്ങൾക്ക് ആഘോഷമില്ല. കരിദിനമാണ് കരിദിനം ആക്കിയിരിക്കുകയാണ് ഞങ്ങൾ. ചിങ്ങം 1 കർഷക ദിനമല്ല, കരിദിനം അങ്ങനെ ആക്കിയിരിക്കുക. അത്രയും വിഷമം കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഇവിടെ വന്ന് ഇരിക്കാനോ ഒന്നുമില്ല. ഞങ്ങളുടെ സങ്കടം കൊണ്ട് അത്രയും ബുദ്ധിമുട്ടി സങ്കടമായിട്ടാണ് വന്നത്. കർഷകരുടെ അക്കൗണ്ടിൽ കയറും. അക്കൗണ്ടിലേക്ക് കയറ്റും. അത്ര പോലും വേണ്ട. എല്ലാം മേജർ ഓൺലൈനിലായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പൊ നമുക്ക് പറഞ്ഞത്. ഓണത്തിന്റെ ഉള്ളിൽ പാലക്കാട് ജില്ലയിലെ എല്ലാ കർഷകർക്കും നെല്ലിന്റെ വില ലഭിക്കും, കിട്ടും എന്നുള്ള ഉറപ്പിലാണ് ഇപ്പോൾ എം ഡിയും ഇപ്പോൾ സപ്ലൈ മന്ത്രിൻ്റെ തലത്തിൽ വിളിച്ചത്. അതുകൊണ്ട് തൽക്കാലം ആ കിട്ടുന്നുള്ള ഉറപ്പിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ തൽക്കാലം ഈ ധർണ അവസാനിപ്പിച്ചിരിക്കുന്നത്. കിട്ടിയിട്ടില്ലെങ്കിൽ പൂർവാധികം ശക്തിയോടുകൂടി സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങും. 24-ാം തീയതിൻ്റെ ഉള്ളിൽ പാലക്കാട് ജില്ലയിലെ എല്ലാ കർഷകർക്കും നെല്ലിൻ്റെ പൈസ ലഭിക്കും, കിട്ടും എന്നുള്ള ഉറപ്പിലാണ് തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുന്നത്. കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് യുടിവി ന്യൂസ് പാലക്കാട്.